ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എല്ലാ വീട്ടുമുറ്റത്തും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് വാഴ. പഴം മുതൽ വാഴപ്പിണ്ടി വരെ ഗുണകരമായ ഒരു സസ്യമാണ് വാഴ. വാഴപ്പഴത്തിൻ്റെ ഗുണങ്ങൾ: ബെനിഫിറ്റ് ഓഫ് ബനാന. ഊർജ്ജ സ്രോതസ്. പെട്ടെന്ന് ഊർജം ലഭിക്കാൻ ഏറ്റവും നല്ലതാണ് വാഴപ്പഴം. ഹൃദയാരോഗ്യം. ഇതിലെ പൊട്ടാസ്യം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ദഹനം. നാരുകൾ, ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ദഹനത്തിന് വളരെ നല്ലതാണ്. വിറ്റാമിനുകൾ. വിറ്റാമിൻ B6, വിറ്റാമിൻ C എന്നിവയുടെ കലവറയാണ്. വാഴപ്പിണ്ടിയുടെയും വാഴപ്പൂവിൻ്റെയും ഗുണങ്ങൾ: ബെനിഫിറ്റ് ഓഫ് സ്റ്റംപ് ഫ്ലവർ. വാഴപ്പിണ്ടി കിഡ്നി സ്റ്റോൺ തടയാനും ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യാനും വാഴപ്പിണ്ടി ജ്യൂസ് അല്ലെങ്കിൽ വാഴപ്പിണ്ടി തോരൻ നമ്മളെ ഏറെ സഹായിക്കുന്നു. വാഴപ്പൂവ് പ്രമേഹമുള്ളവർക്കും സ്ത്രീകൾക്കുണ്ടാകുന്ന ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്കും വാഴപ്പൂവ് കഴിക്കുന്നത് ഉത്തമമാണ്. ഊർജത്തിന്റെ ഉറവിടം. പെട്ടെന്ന് ഊർജം ലഭിക്കാൻ ഏറ്റവും നല്ലതാണ് വാഴപ്പഴം. അതുകൊണ്ടാണ് കായിക താരങ്ങൾ ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത്. ദഹനം സുഗമമാക്കുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന ഫൈബർ ദഹന പ്രക്രിയ എളുപ്പമാക്കുകയും മലബന്ധം തടയുകയും ചെയ്യുന്നു. ഹൃദയാരോഗ്യം. പൊട്ടാസ്യം ധാരാളമായി ഉള്ളതുകൊണ്ട് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹൃദയത്തെ സംരക്ഷിക്കാനും ഇത് സഹായിക്കുന്നു. അടുത്തതായി പലരും വേണ്ടവിധം ശ്രദ്ധിക്കാതെ പോകുന്ന ഉണ്ണിത്തണ്ടിൻ്റെ ഗുണങ്ങൾ നോക്കാം. വൃക്കയിലെ കല്ല്. കിഡ്നി സ്റ്റോൺ. വൃക്കയിലെ കല്ല് തടയാനും അലിയിച്ചു കളയാനും ഉണ്ണിത്തണ്ടിൻ്റെ നീര് കുടിക്കുന്നത് വളരെ ഉത്തമമാണ്. ശരീരഭാരം കുറക്കാൻ, തടി കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ണിത്തണ്ട് തോരനായോ ജ്യൂസായോ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഇത് വയറ് നിറഞ്ഞ അനുഭവം നൽകുകയും കൊഴുപ്പ് കുറക്കാൻ സഹായിക്കുകയും ചെയ്യും. വിഷാംശം നീക്കം ചെയ്യുന്നു. ശരീരത്തിലെ ടോക്സിനുകളെ പുറന്തള്ളാൻ ഇത് മികച്ചതാണ്. വാഴപ്പൂവ്. നമ്മുടെ പറമ്പിലെ മറ്റൊരു സൂപ്പർ ഫുഡാണ് വാഴപ്പൂവ്. പ്രമേഹ നിയന്ത്രണം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ വാഴപ്പൂവ് സഹായിക്കുന്നു. സ്ത്രീകളുടെ ആരോഗ്യം. ആർത്തവ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കുറക്കാനും ഗർഭപാത്രത്തിന്റെ ആരോഗ്യത്തിനും വാഴപ്പൂവ് തോരൻ വെച്ച് കഴിക്കുന്നത് നല്ലതാണ്. അനീമിയ തടയുന്നു. അയൺ ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ വിളർച്ച തടയാൻ ഇത് സഹായിക്കുന്നു. നേന്ത്രപ്പഴത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നേന്ത്രപ്പഴം പോഷകങ്ങളുടെ കലവറയാണ്. ഇതിലെ പൊട്ടാസ്യം ഹൃദയാരോഗ്യത്തിനും ഫൈബർ ദഹനത്തിനും ഏറെ സഹായിക്കുന്നു. കുട്ടികൾക്ക് ഭാരം വർദ്ധിപ്പിക്കാനും പ്രതിരോധശേഷി കൂട്ടാനും നേന്ത്രപ്പഴം പുഴുങ്ങി നൽകുന്നത് ഉത്തമമാണ്. കൊച്ചുകുട്ടികൾക്ക് തൂക്കം വർദ്ധിക്കാനും എല്ലുകൾക്ക് ബലം കിട്ടാനും നേന്ത്രപ്പഴം പുഴുങ്ങി നൽകുന്നത് ഏറ്റവും നല്ലതാണ്. ഇതിലെ ഉയർന്ന പൊട്ടാസ്യം BP നിയന്ത്രിക്കാനും ഹൃദയാഘാത സാധ്യത കുറക്കാനും സഹായിക്കുന്നു. ബുദ്ധിശക്തി. വിറ്റാമിൻ B6 ധാരാളമുള്ളതിനാൽ ഓർമ്മശക്തിക്കും ഏകാഗ്രതയ്ക്കും ഇത് മികച്ചതാണ്. നാരുകൾ. ഫൈബർ കൂടുതൽ ഉള്ളതുകൊണ്ട് മലബന്ധം മാറാനും വയറിന്റെ ആരോഗ്യത്തിനും ഉത്തമം. വിറ്റാമിൻ C അടങ്ങിയിട്ടുള്ളതിനാൽ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്നു. വാഴപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയെന്ന് ഒന്ന് നോക്കിയാലോ. വിറ്റാമിൻ B6 തലച്ചോറിന്റെ ആരോഗ്യത്തിനും ഉപാപചയ പ്രവർത്തനങ്ങൾക്കും അത്യാവശ്യം. വിറ്റാമിൻ C പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും സഹായിക്കുന്നു. വിറ്റാമിൻ A കാഴ്ചശക്തി മെച്ചപ്പെടുത്താൻ നല്ലതാണ്. വിറ്റാമിൻ B12 ഫോളേറ്റ് രക്തകോശങ്ങളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്നു. അതുകൂടാതെ പൊട്ടാസ്യം, മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കളും ഇതിൽ ധാരാളമുണ്ട്. വാഴയിലയിൽ അടയുണ്ടാക്കുന്നത് വെറുമൊരു പാരമ്പര്യം മാത്രമല്ല, ഇതിന് പിന്നിൽ ആരോഗ്യപരമായ ഒട്ടേറെ ഗുണങ്ങളുണ്ട്. പോളിഫെനോളുകളുടെ സാന്നിധ്യം. വാഴയിലയിൽ എപ്പിഗെല്ലോ കാറ്റേച്ചിൻ ഗാലേറ്റ്, EGCG പോലുള്ള പ്രകൃതിദത്തമായ പോളിഫെനോളുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അട പുഴുങ്ങുമ്പോൾ ഇലയിലെ ഈ ആന്റി ഓക്സിഡന്റുകൾ ഭക്ഷണത്തിലേക്ക് കലരുന്നു. ഇത് കോശങ്ങളുടെ നാശം തടയാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. 2. ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ. വാഴയിലയിൽ പ്രകൃതിദത്തമായ ഒരു മെഴുക് ആവരണം ഉണ്ട്. ഇതിന് ബാക്ടീരിയകളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇത് ഭക്ഷണം കേടാകാതെ സൂക്ഷിക്കാനും ദഹനപ്രക്രിയ എളുപ്പമാക്കാനും സഹായിക്കുന്നു. മികച്ച രുചിയും മണവും. അട വാഴയിലയിൽ വെച്ച് പുഴുങ്ങുമ്പോൾ ഇലയിലുള്ള പ്രത്യേക എൻസൈമുകൾ ചൂടേറ്റ് ഭക്ഷണത്തിലേക്ക് പടരും. ഇത് അടയ്ക്ക് സവിശേഷമായ ഒരു സ്വാദും നല്ലൊരു ഗന്ധവും നൽകുന്നു. പ്ലാസ്റ്റിക് കവറുകളിലോ അലുമിനിയം
ഫോയിലുകളിലോ ഭക്ഷണം പാകം ചെയ്യുന്നത് പലപ്പോഴും ആരോഗ്യത്തിന് ഹാനികരമാണ്. എന്നാൽ വാഴയില പൂർണ്ണമായും പ്രകൃതിദത്തമാണ്. ഇതിൽ വിഷാംശങ്ങളോ രാസവസ്തുക്കളോ അടങ്ങിയിട്ടില്ല. വാഴയിലയിലെ ഘടകങ്ങൾ ദഹനരസങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇലയിൽ പുഴുങ്ങിയ അട കഴിക്കുന്നത് വയറിന് അസ്വസ്ഥതകളുണ്ടാക്കാറില്ല. ചുരുക്കത്തിൽ വാഴയിലയിൽ അടയുണ്ടാക്കുന്നത് ഭക്ഷണത്തിന് രുചി കൂട്ടുക മാത്രമല്ല, ആന്റി ഓക്സിഡന്റുകളാൽ സമ്പന്നമായ ഒരു പോഷകാഹാരമായി അതിനെ മാറ്റുകയും ചെയ്യുന്നു. ഇപ്പോൾ കണ്ടില്ലേ, മുറ്റത്തെ വാഴ ഒരു നിസാരക്കാരനല്ല, പ്രകൃതി നമുക്ക് നൽകിയ വലിയൊരു ഔഷധശാലയാണിത്. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.